ശ്രീ വി ഡി സതീശന് പറയാം. പക്ഷേ രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നലുണ്ടാവുന്ന അദ്ദേഹം. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുകയാണ്, പ്രതിപക്ഷ വി ഡി സതീശൻ ഇത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല പറയരുത്. കാര്യം അദ്ദേഹം കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു സംസ്ഥാന മന്ത്രിയായിരുന്നതാണ്. ഒരു സംസ്ഥാന മന്ത്രിക്കറിയാം ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് വരുന്നത്, അത് വ്യക്തമായി ചെയ്യാൻ. കഴിഞ്ഞ 20 വർഷമായിട്ട് MLA ആയിട്ടും അതിന് മന്ത്രിയാവാത്ത സതീശന് ചിലപ്പോൾ അറിയാനുള്ള വിവേകമോ അറിവോ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ആ വിവരമുള്ള രമേശ് ചെന്നിത്തല പോലും ഇങ്ങനത്തെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത് എന്നാണ് MP രാജേഷ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അതായത് സതീശൻ പറഞ്ഞാലും ചെന്നിത്തല പറയാൻ പാടില്ല, ചെന്നിത്തല സീനിയർ നേതാവാണെന്ന്. നമ്മുടെ ചിറ്റൂരിലെ സർക്കാരിന്റെ മലബാർ ഡിസ്ട്രിക്ട് അവിടെ ഇത്രയും കാലമായിട്ട് ഒരു മദ്യനിർമ്മാണം തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഇങ്ങനെ സ്വകാര്യ ഗവൺമെന്റ് സ്ഥാപനം നിൽക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനം സമാന സ്വഭാവത്തിൽ, അപ്പോൾ അതിനെ ഒന്ന് സജീവാക്കാൻ എന്താ എക്സൈസ് വകുപ്പിന്? ഞാൻ അത് നിങ്ങൾ ചോദിക്കട്ടെ, എന്തായാലും ചോദിക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം എന്ന് കരുതിയാണ് ആദ്യം പറയാതിരുന്നത്. 2022 ജൂൺ 13 മലബാർ ഡിസ്റ്റിലറീസിന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനുള്ള 5 ലൈൻ IMFL കോമ്പൗണ്ടിങ് ബ്ലെൻഡിങ് ആൻഡ് ബോട്ട്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള അനുമതി കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടും രണ്ടാണ്. മലബാർ ഡിസ്റ്റിലറി ചെയ്യുന്നതല്ല ഇവിടെ ചെയ്യുന്നത്. പ്രാഥമികമായിട്ടുള്ള ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? കേരളത്തിൽ ഒരു ഡിസ്റ്റിലറിയും എന്തുണ്ടാക്കുന്നില്ല? സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടല്ലേ മുഴുവൻ സ്പിരിറ്റും പുറത്തുനിന്ന് വരുന്നത്. ഇവിടെ ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങുമാണ് നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് സ്പിരിറ്റ് കലർത്തുന്നു, പിന്നെ കുപ്പിയിലാക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി മുഴുവൻ പുറത്തുനിന്നാണ് വരുന്നത്. ഇവിടെയും മലബാർ ഡിസ്റ്റിലറിക്ക് അനുവദിച്ചിട്ടുള്ളത് എന്താ? ബ്ലെൻഡിങ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റാണ്, യൂണിറ്റിനുള്ള അനുമതിയാണ്. സ്പിരിറ്റ് ഉണ്ടാക്കാനുള്ളതല്ല. ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്താ? സ്പിരിറ്റും എത്തനോളും ഉണ്ടാക്കാനുള്ളതാണ്. അതാണ് പ്രധാനം. പിന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറയാം. 25.9 കോടി രൂപയുടെ പ്രപ്പോസൽ 2024 ജൂലൈ 10 ആ പ്രപ്പോസലിന് ഭരണാനുമതി കൊടുത്തു. മലബാർ ഡിസ്റ്റിലറിയുടെ സാങ്കേതിക അനുമതി നൽകുന്നതിന് ടാക്സസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അവർ വൈകാതെ കെല്ല് സമർപ്പിച്ച പ്രപ്പോസൽ പരിശോധിക്കുന്നതിനായിട്ട് യോഗം ചേരും. സമിതിയുടെ ശുപാർശ അനുസരിച്ച് സാങ്കേതിക അനുമതി നൽകും. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടാണ്. അല്ല, ഇതിന് ഈ നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള വൈകല്യമുള്ളൂ. നടപടിക്രമം ഇതിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെയല്ല. ഇവരുടെ പ്രപ്പോസൽ വന്നിട്ട് എത്ര കാലമായി? പ്രപ്പോസലിന് പ്രാരംഭാനുമതി കൊടുക്കാനും ഈ സമയം എടുത്തിട്ടുണ്ടല്ലോ. പ്രാരംഭാനുമതി കൊടുക്കാനും സമയം എടുത്തിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ നാൾ വഴികളുണ്ട് ഇവിടെ. അല്ലാണ്ട് ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ എഴുതി വാങ്ങി പിറ്റേ ദിവസം മന്ത്രി കൊണ്ടുപോയിട്ട് ക്യാബിനറ്റിൽ വെച്ചു എന്നൊക്കെ ശ്രീ വി ഡി സതീശന് പറയാം. പക്ഷേ രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നലുണ്ടാവുമെന്ന് അദ്ദേഹം ആലോചിക്കണ്ടേ? അങ്ങനെയല്ലല്ലോ. ഏതാണ്ട് 1.5 വർഷത്തോളം സമയമെടുത്തിട്ടല്ലേ പ്രാരംഭാനുമതി കൊടുത്തത്. പ്രാരംഭാനുമതിയാണ്. ഇവിടെ അങ്ങനെയല്ല. ടെക്നിക്കൽ സാങ്ഷൻ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പിന്നെ മലബാർ ഡിസ്റ്റിലറിക്ക് മദ്യം നിർമ്മിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പുതിയൊരു വ്യാജ പ്രചരണം. പിന്നെ എന്തിനാണ് ഡിസ്റ്റിലറി? ഞാനിവിടെ കൊടുത്ത അനുമതി എന്താണെന്ന് പറഞ്ഞു. ബ്ലെൻഡിങ് ആൻഡ് ബോട്ട്ലിംഗ് യൂണിറ്റിനുള്ളതാണ്. മദ്യം നിർമ്മിക്കാൻ അനുമതിയില്ല എന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഡിസ്റ്റിലറി നിർമ്മാണം പൂർത്തിയായാൽ മദ്യം നിർമ്മിക്കും. ജവാൻ ഉൽപ്പാദിപ്പിക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം കൊടുക്കാൻ ജലസേചന വകുപ്പിന് കഴിയുന്നില്ല. വേറൊരു നുണ. ഒന്നാമത് ജവാനാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇവിടെ അത് അന്തിമ തീരുമാനമൊന്നും അക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ജവാൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ഷുഗേഴ്സിലാണ്, ട്രാവൻകൂർ ഷുഗേഴ്സിലാണ് തിരുവല്ലയിലെ. അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. അവിടെ ഉൽപ്പാദനം മുറക്കി നടക്കുന്നുണ്ട്. ഇടയ്ക്കൊരു പ്രശ്നം വന്നത് ENA-യുടെയാണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ലഭ്യതയാണ്. സ്പിരിറ്റിൻ്റെ ലഭ്യത കുറവ് മൂലം ഒരു പ്രശ്നം വന്നു. അത് പരിഹരിക്കാനാണ്. ഇടക്കാലത്ത് ഒരു പ്രശ്നം നമ്മൾ നേരിട്ടല്ലോ. സ്പിരിറ്റ് വരുന്നതിലൊരു തടസ്സം വന്നപ്പോൾ ഒരു പ്രയാസമുണ്ടായി. ഇനി ആ പ്രശ്നം വരില്ല. ഇവിടെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർന്നില്ല, പറയട്ടെ. മലബാർ ഡിസ്റ്റിലറിയിൽ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കാനുള്ള ശുപാർശയാണ് ബെവ്കോ നൽകിയിട്ടുള്ളത്. അതാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള ശുപാർശ. അന്തിമ തീരുമാനം സർക്കാർ പിന്നീട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
മലബാർ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ നിൽക്കുകയാണ്.